ഹലോ എവ്രി വൺ, മൈസെൽഫ് വിപിൻ, ബിസിനസ് ഹെഡ് ഓഫ് GTH. അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മളെ ഇന്നത്തെ നിങ്ങളുടെ സ്വപ്നതുല്യമായ യൂറോപ്യൻ യാത്ര, ആ യാത്ര ഏപ്രിൽ 17-ന് ഡിപ്പാർച്ചർ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിന് മുൻപായിട്ടുള്ള ഒരു ബ്രീഫിംഗ് സെഷൻ. യൂറോപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം, ഫ്ലൈറ്റിൽ എന്തൊക്കെ പ്രിക്വേഷൻസ് വേണം, യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അവിടെ ഡൂസ് ആൻഡ് ഡോൺസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾ റൈറ്റ്. നമ്മുടെ ഡിപ്പാർച്ചർ ഏപ്രിൽ 17-ാം തീയതിയാണ്. ഏപ്രിൽ 17-ാം തീയതി 8:30-ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഒമാൻ എയറിന്റെ ഫ്ലൈറ്റ് ആണ്. 8:30-ക്കാണ് ഡിപ്പാർച്ചർ. അപ്പൊ എല്ലാവരും 5 മണി 5 o'clock എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. 3.5 hours ബിഫോർ ദ ഡിപ്പാർച്ചർ. എക്സാക്ട്ലി 5 o'clock എന്ന് പറയുമ്പോൾ നമ്മൾ പില്ലർ നമ്പർ ഏതാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് തലേ ദിവസം തന്നെ പറയും. അതായത് പുതിയ ടെർമിനൽ ഇന്റർനാഷണൽ ഡിപ്പാർച്ചറിൽ പില്ലർ നമ്പർ, അതായത് അവിടുത്തെ ഇതിന്റെ നമ്പർ കറക്റ്റ് ആയിട്ട് തലേ ദിവസം പറയും. അപ്പൊ 5 മണി നിങ്ങൾ എഴുതി വെക്കുക. ഏപ്രിൽ 17. നമ്മുടെ ഫ്ലൈറ്റ് കൊച്ചിൻ നിന്ന് പോയി കൊച്ചിൻ ടു മസ്കറ്റ്, മസ്കറ്റ് ടു പാരീസ് ആണ്. മസ്കറ്റിൽ നമുക്ക് ഏതാണ്ട് ഒരു 3 മണിക്കൂറോളം ട്രാൻസിറ്റ് ടൈം കിട്ടുന്നുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ മസ്കറ്റിൽ ഇറങ്ങാനും, ഇറങ്ങിയതിന് ശേഷം അവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അതിനുശേഷം അടുത്ത ഫ്ലൈറ്റ് പാരീസിലേക്ക് ബോർഡ് ചെയ്യാനാണ് അന്നത്തെ ദിവസം പ്ലാൻ. നമ്മൾ വൈകിട്ടോട് കൂടി പാരീസിൽ എത്തുന്നു. ഡിന്നറൊക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ സ്റ്റേ. ഞാൻ ഐറ്റിനറി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഐറ്റിനറി നിങ്ങൾക്ക് തന്നതാണ്, ഡേ വൈസ് ഉള്ള ഐറ്റിനറീസ് തന്നതാണ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഒരു യൂറോപ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും വിന്റർ കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡാണ് ഏപ്രിൽ. നല്ല വെതർ, നല്ല പ്ലസന്റ് വെതർ ആണെങ്കിൽ കൂടി സ്നോ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് സ്വിറ്റ്സർലൻഡിലൊക്കെ. നമുക്ക് പണ്ടത്തെ പോലെ കറക്റ്റ് ഈ സമയത്ത് ചൂടായിരിക്കും, ഈ സമയത്ത് തണുപ്പായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് ദ ഗ്ലോബൽ വാർമിംഗ് ക്ലൈമറ്റ് സഡൻലി ചേഞ്ച് ആവും. പ്രത്യേകിച്ച് യൂറോപ്പിൽ ഇപ്പൊ രാവിലെ മഴയാണെങ്കിൽ ഉച്ചക്ക് വെയിലായിരിക്കും, വൈകിട്ട് ഫോഗ് ആയിരിക്കും. അപ്പൊ അത്രയും കൺസിസ്റ്റന്റ്ലി ആ ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ ക്ലോത്തിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. തെർമൽ ജാക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. തെർമൽ ജാക്കറ്റ് തന്നെ, തെർമലുള്ള ജാക്കറ്റ് തന്നെ വാങ്ങിക്കുക. രണ്ടാമത്തേത് ഒരു ഗ്ലൗസ്. അത് ഈ സ്നോ ആക്ടിവിറ്റീസിനൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലൗസിന്റെ ഉപയോഗം വരുന്നത്. പിന്നെ സൺഗ്ലാസസ്, ഇയർ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാപ്പ്, ഇയർ ക്യാപ്പ്. പിന്നെ ഈ സൺസ്ക്രീൻ ലോഷൻസ്, അങ്ങനെയുള്ള സംഗതികൾ ഉപയോഗിക്കുക. അതുപോലെ ഷൂസ് കംഫർട്ടബിൾ ആയിട്ട്, യൂറോപ്പാണ്, അത്യാവശ്യം വാക്കിംഗ് ഉണ്ടാകും. സിറ്റി ടൂറുകളൊക്കെ വാക്കിംഗ് ഉണ്ടാകും. അപ്പം നമുക്ക് ലെഗിന് അധികം സ്ട്രെച്ച് ആൻഡ് സ്ട്രെയിൻ വരാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ്. അതിപ്പം സ്നോയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷൂ വേണമെന്നൊന്നുമില്ല. നിങ്ങൾ ജോഗിങ്ങിന് യൂസ് ചെയ്യുന്ന ഷൂസ് അല്ലെങ്കിൽ വാക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഷൂസ് ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചാൽ മതി. ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഡെക്കാത്തലോൺ ബ്രാൻഡിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അല്ലാത്ത സ്പോർട്സ് ഷോറൂംസിൽ പോയി കഴിഞ്ഞാലും ഈ സംഗതികൾ കിട്ടും. നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഇതിന്റെ ഒരു ബ്രീഫിംഗ് പറഞ്ഞതിന് ശേഷം നമുക്കൊരു 1-to-1 ഒരു ഇന്ററാക്റ്റീവ് സെഷൻ, അതായത് നിങ്ങൾക്ക് ഒരാളുടെ ഡൗട്ട്സും അത് ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എടുക്കേണ്ട സാധനങ്ങൾ മസ്റ്റായിട്ടും പാസ്പോർട്ടാണ്. ബാക്കി ഒരു കിറ്റ്, നിങ്ങൾക്ക് ഒരു ബാഗ് വിത്ത് ക്യാപ്പ് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും എയർപോർട്ടിൽ. അതിന്റെ പ്രിന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് പ്രിന്റ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ടിക്കറ്റ്സിന്റെ ഒക്കെ. പക്ഷെ അത് നമ്മളത് എയർപോർട്ടിൽ നിന്നും ഹാൻഡ് ഓവർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മണി, ക്യാഷ്. നമ്മൾ എന്തൊക്കെ ക്യാരി ചെയ്യണം? ഓഫ് കോഴ്സ് യൂറോപ്പിലെ കറൻസി യൂറോ ആണ്. യൂറോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ത്യൻ റുപ്പി ഇവിടുന്ന് യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നല്ലത്. അവിടുന്ന് നമുക്കത് മാറ്റാൻ പറ്റില്ല. അപ്പൊ എത്ര എടുക്കണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു ഓൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. ഓൾ ഇൻക്ലൂഡഡ് പ്രോഗ്രാംസിൽ നമുക്ക് അധികം എക്സ്പെൻസസ് ഒന്നും വരുന്നില്ല. പേഴ്സണൽ എക്സ്പെൻസസ് ഫോർ ദ ഷോപ്പിംഗ്, പിന്നെ അതുപോലെ ഇടയ്ക്ക് എന്തെങ്കിലും ചായ കുടിക്കണം, അങ്ങനെയുള്ളതൊക്കെ വരുന്നുള്ളൂ. അപ്പൊ ഞാൻ ആവറേജ് ഞാൻ പറയും, ഒരു ഫാമിലിക്ക് ഒരു 50,000, ഒരു കപ്പിളിന്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഒരു 50,000 രൂപയ്ക്ക് ഈക്വലന്റ്, ഇന്ത്യൻ റുപ്പീസിന് ഈക്വലന്റ് ആയിട്ടുള്ള യൂറോ നിങ്ങൾ ക്യാരി ചെയ്താൽ മതി. അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് വലിയൊരു പൈസയുടെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപയ്ക്ക് ഈക്വലന്റ് ആയിട്ടുള്ള യൂറോ നിങ്ങൾ കരുതുക. അതിന്റെ കൂടെ തന്നെ ചെറിയ ഒരു എമൗണ്ടിന്
ഒരു 5000 റുപ്പീസിന് ഈക്വൽ ആയിട്ട് ഒമാനി റിയാൽ കയ്യിൽ വെക്കുക. ഒമാനി റിയാലിന്റെ ആവശ്യം മസ്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഒരു ചായയോ കാപ്പിയോ കുടിക്കുക. ഇപ്പൊ ചിലവർക്ക് ഡ്യൂട്ടി ഫ്രീയിൽ എന്തെങ്കിലും വാങ്ങിക്കേണ്ടത്, ഒരു കുപ്പി വാങ്ങിക്കേണ്ടവരെന്നല്ല ഞാൻ പറയാണ്, ഇതൊക്കെയാണ് ചിലവർക്കുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഒമാനി റിയാല് കയ്യിൽ കരുതാം. പിന്നെ സ്വിറ്റ്സർലാൻഡിലും സ്വിസ് ഫ്രാങ്ക് ആണ് അവിടെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അവർ യൂറോ എടുക്കും. യൂറോ എടുത്തിട്ട് സ്വിസ് ഫ്രാങ്കിലാണ് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട്. ഈ സ്വിസ് ഫ്രാങ്ക് പിന്നെ വീണ്ടും ഒരു കറൻസി മാറ്റി എടുക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ യൂറോ മതി എന്ന് പറയുന്നത്. പിന്നെ ഇന്റർനാഷണൽ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് സപ്പോർട്ടിങ്ങിനായിട്ട് വെക്കാം. അതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കാർഡുകൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം വേണം പിന്നെ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങളൊരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അത് നിങ്ങളുടെ കയ്യിൽ വെക്കാം. മാക്സിമം കറൻസി തന്നെയാണ് നല്ലത്. നമുക്ക് വലിയ ഇത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം ഇൻക്ലൂഡ് പാക്കേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കയ്യിൽ നിന്ന് എടുത്ത് ചിലവാക്കാനുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. സോ 50,000 ഈക്വൽ ആയിട്ടുള്ള കറൻസിയിലേക്ക് പിന്നെ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇലക്ട്രോണിക്സ് ഈ സംഗതിയിലേക്ക് വന്നാൽ നമ്മുടെ മൊബൈൽ അഡാപ്റ്റർ ആണ് എല്ലാവർക്കും ഉള്ള ഡൗട്ട്. അത് നിങ്ങളൊരു യൂണിവേഴ്സൽ അഡാപ്റ്റർ വാങ്ങിക്കുക. ഒരു 500 റുപ്പീസിന് നല്ല ഷോറൂംസിൽ, മൊബൈൽ ഷോറൂംസിൽ യൂണിവേഴ്സൽ അഡാപ്റ്റർ നിങ്ങൾക്ക് കിട്ടും. അത് ഒന്ന് ക്യാരി ചെയ്യാം. പിന്നെയുള്ളത് സിം കാർഡാണ്. നിർബന്ധമായും എല്ലാവരും തന്നെ ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്തേ പറ്റൂ. ഇതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ പല ഗ്രൂപ്പുകളിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഒന്നോ രണ്ടോ ആൾക്കാർ മിസ്സാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല, ഇത് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടുത്തെ ഈ BSNL, ജിയോ ഒന്നും പ്രോപ്പറായിട്ട് ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഇഫ് യു ഹാവ് എയർടെൽ, വൊഡാഫോൺ, ഈ രണ്ടുമാണ് നല്ലത്. വൊഡാഫോൺ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എയർടെൽ ഓർ വൊഡാഫോൺ. അതെടുത്തിട്ട്, അതില്ലെങ്കിൽ അതിന്റെ ഒരു സിം കാർഡ് എടുത്തിട്ട് അത് നിങ്ങളുടെ റോമിംഗിൽ ആക്ടിവേറ്റ് ചെയ്യാം. പിന്നെ ലോക്കൽ സിംസ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ എത്തിയിട്ട് വാങ്ങിക്കാനും ചെയ്യാനും ഒക്കെ. അപ്പൊ എല്ലാവരും തന്നെ സിം കാർഡ് എടുക്കണം. നിങ്ങൾക്ക് നിങ്ങൾ മാറിപ്പോയാൽ ടൂർ മാനേജറിനെ ഒന്ന് വിളിക്കുക. പ്ലീസ് പ്ലീസ് ഒന്ന് സൈലന്റ് ആക്കൂ. ടൂർ മാനേജറെ ഒന്ന് വിളിക്കാനും അവരുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിർബന്ധമായിട്ടും സിം കാർഡ് നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ പവർ ബാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ സാധാരണ ചാർജ് ചെയ്യാനും അതിനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പവർ ബാങ്കും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ വേണ്ട ഒരു സാധനമാണ് അംബ്രല്ല. ഞാൻ പറഞ്ഞു അൺഎക്സ്പെക്റ്റഡ് വെതർ ആണ്. ചില സമയങ്ങളിൽ മഴയുണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു അംബ്രല്ല കയ്യിൽ കരുതുക. മഗ്, യൂറോപ്പിൽ പ്രത്യേകിച്ച് അറിയാം, അവിടെ നമുക്ക് സ്പ്രേയേഴ്സോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. യു മസ്റ്റ് ക്യാരി എ മഗ് ഓർ എ ബോട്ടിൽ. ഒരു മഗ് ആണെങ്കിൽ ഒരു 2 മഗ് എടുക്കാം, അത് നിങ്ങളുടെ പെട്ടിയിൽ തന്നെ വെക്കുക. ഇല്ലെങ്കിൽ ഒരു ബോട്ടിൽ, ഒരു ലിറ്ററിന്റെ ബോട്ടിൽ മഗ്ഗായിരിക്കും ഐഡിയൽ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ യൂറോപ്പിലെ വാട്ടർ ഈസ് ടാപ്പ് വാട്ടർ. ടാപ്പ് വാട്ടർ ഇസ് ഡ്രിങ്കബിൾ ഇൻ എവറി ഹോട്ടൽ. അപ്പൊ നിങ്ങൾ അവിടുന്ന് വെള്ളം പേയബിൾ ആണ്. ഈ വണ്ടിയിലും എല്ലാം വേണമെങ്കിൽ €1, €2 ഒക്കെയാണ് ഒരു ബോട്ടിൽ വെള്ളത്തിന്. അങ്ങനെ വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം. അല്ലാതെ നമ്മുടെ ടാപ്പ് വാട്ടർ, നമ്മുടെ ഇവിടുത്തെ അക്വാഫിനെ പോലെ അത്രയും പ്യൂർ ആയിട്ടുള്ള വെള്ളമാണ് എല്ലാവരും കുടിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ അതിലൊരു വാട്ടർ ബോട്ടിൽ എടുത്ത് അതിലായിരിക്കും വെള്ളം യൂസ് ചെയ്യണം. പിന്നെ ബേസിക് ആയിട്ടുള്ള മെഡിസിൻസ്, ബേസിക് പറഞ്ഞാൽ പാരസെറ്റമോൾ പോലെ, അല്ലെങ്കിൽ സ്റ്റൊമക് അബ്സസിനുള്ളത്, ഗ്യാസ് അസിഡിറ്റിക്കുള്ളത്, പിന്നെ ഹെഡ് ഏക്സ്, അങ്ങനത്തെ കുറെ നമുക്ക് വരുന്ന ഒരു ബേസിക് സാധനങ്ങളുണ്ട്. അപ്പൊ അതിനുള്ളതൊക്കെ ബേസിക് ആയിട്ടുള്ള മെഡിസിൻസ് നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ക്യാരി ചെയ്യേണ്ടതായിട്ടുള്ള സംഗതികൾ. പിന്നെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലോക്കൽ ഫുഡ്. ഒന്ന് എല്ലാവരും സൈലന്റ് ആക്കാമോ? ലക്ഷ്മി കൃഷ്ണ ഒന്ന് സൈലന്റ് ആക്കൂ. നേഹ മാഡം ഒന്ന് സൈലന്റ് ആക്കൂ പ്ലീസ്. ഓക്കെ. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിതിൽ കോമ്പിനേഷൻ ഓഫ് ഇന്ത്യൻ ഫുഡ് ആൻഡ് ലോക്കൽ ഫുഡ് ആണ്. ലോക്കൽ ഫുഡ് അധികവും 3 കോഴ്സ് മെനു ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക.
ഹോട്ടൽസിലെല്ലാം 3 കോഴ്സ് മെനു ആണ്. അപ്പൊ അവർ ആദ്യം ഒരു സലാഡ് പോലെ സാധനം വെക്കും. അതെല്ലാവരും കഴിച്ചു കഴിഞ്ഞ ശേഷം അതിന്റെ മെയിൻ കോഴ്സ് വെക്കും. പിന്നെ ഒരു ഡെസേർട്ട്, അങ്ങനെയായിരിക്കും. ചില സ്ഥലങ്ങളിൽ ബൊഫെ ആയിരിക്കും. ഇന്ത്യൻ ഫുഡ് ഓൾവേസ് ബൊഫെ ആയിരിക്കും. ബുഫറ്റിൽ ഒരുപാട് സാധനങ്ങൾ, സ്പ്രെഡ്സ്, വെജ് നോൺ വെജ് ഒക്കെയുള്ള ഫുഡ് ഐറ്റംസ്, അത് പകുതി പകുതിയാണ്, 50-50 ആയിട്ടാണ് ഇതിൽ ഉണ്ടാവുന്നത്. ഇനി എനിക്ക് തോന്നുന്നത് നമുക്ക് മെല്ലെ ഓരോരാളുടെ ഡൗട്ട്സ്, ഇപ്പം ഞാനൊരു ചെറിയൊരു ബ്രീഫിംഗ് തന്നതാണ്. അപ്പം നിങ്ങളുടെ ഓരോരാളായിട്ട് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് നമുക്കിപ്പോൾ സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ക്ലാരിഫൈ ചെയ്യുക, അല്ലാത്തത് നമ്മളത് ചെക്ക് ചെയ്തിട്ട് പേഴ്സണലി വിളിച്ച് റിവേർട്ട് ചെയ്ത് തരാം. അപ്പോൾ ഓരോരാളായിട്ട് പിന്നെ ഒന്ന് ചോദിക്കാം. ഓക്കെ. എനിക്ക് പറയാമോ മിസ്റ്റർ വിപിൻ? ആ, പറയൂ സാർ. ഫസ്റ്റ് ഓഫ് ഓൾ, ഫ്ലൈറ്റിന്റെ ടൈം ചേഞ്ച് ആയി അല്ലേ? 0950 എന്നുള്ള ഇൻസ്റ്റെഡ് ഓഫ് 8:30 ആയി ഇപ്പൊ. അതെ 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 ആസ് പെർ നേരത്തെ തന്ന് വെച്ചിട്ട് ടൈം ചേഞ്ച് ആയി വന്നു ഫസ്റ്റ് ഓഫ് ഓൾ, ഇല്ലയോ? അതെ 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 അതെ. ഓക്കെ. നെക്സ്റ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ് അവിടെ എയർപോർട്ടിൽ വെച്ച് കിട്ടും. ഫ്ലൈറ്റ് ടിക്കറ്റ് സാർ ഇത് ഗ്രൂപ്പ് ടിക്കറ്റ് ആണ്. അപ്പൊ ഗ്രൂപ്പ് ടിക്കറ്റ് അതിന് മുമ്പ് തന്നെ അത് ഇഷ്യൂഡ് ആവുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും അത് അയച്ചു തരും. ആ ഒരു കോപ്പി നിങ്ങൾക്ക് വേണേൽ പ്രിന്റ് എടുക്കാം. പിന്നെ നമ്മൾ തന്നെ ഒരു കിറ്റിൽ ഈ സാധനം ഫ്ലൈറ്റ് ടിക്കറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് തരുന്നത്. ഓക്കെ. ദ തേർഡ് വൺ ഈസ് വൈഫൈ ഹോട്ടലിലും പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വൈഫൈ ഉണ്ടോ? ഹോട്ടലിൽ വൈഫൈ ഉണ്ടാവും, ബസ്സിൽ വൈഫൈ ഉണ്ടാവില്ല. ഉണ്ടാവില്ല. ഇല്ല ഓക്കെ. ഇല്ല ഇല്ല. അത് നമ്മൾ കൂടുതലും സൈറ്റ് സീയിങ്സ് ആണ് ബസ്സിൽ പോകുന്ന സമയത്ത്. ചില ബസ് ഉണ്ടല്ലോ വൈഫൈ കണക്ട് ഉള്ള വൈഫൈ ബസ്സുകളുണ്ട്. ഇല്ല ഇല്ല, യൂറോപ്പിലില്ല. ഓക്കെ. നമ്മൾ വൈഫൈ ഉണ്ടെങ്കിലും അത് ഡ്രൈവറിന്റെ പർപ്പസിന് വേണ്ടി മാത്രമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ആവശ്യം യൂസ് ചെയ്യാനുള്ളവർ ഇവിടുന്ന് ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം ഡാറ്റയുള്ള ഒരു സ്കീം ഇവിടെ നിന്ന് എടുക്കണം. അതിന് 3500 രൂപ എന്തോ വരുന്നുള്ളൂ. അത് ഏകദേശം ഓക്കെ. 15 ഇപ്പൊ GB. രണ്ടുപേര് കപ്പിളായിട്ട് പോവാന്നെ ഒരു മൊബൈലില് ഇന്റർനാഷണൽ മതി, എടുത്താ പോരെ? മതിയല്ലോ. ബാക്കി സാറിന് ഹോട്ട്സ്പോട്ട് ചെയ്യാലോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെഡിസിൻ. നമുക്കിപ്പോ ആസ് എ ഡയബറ്റീസ് പേഷ്യന്റാ ഞാനെന്ന് സപ്പോസ്. ആ ആ അപ്പൊ നമുക്ക് കൂടെ മെഡിസിൻ കൂടെ കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും അതിന്റെ സ്ലിപ്പോ ഡോക്ടറുടെ ഇതുവല്ലോ വേണോ? ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വെക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് സാർ. അത് മാൻഡേറ്ററി അല്ല. ഇപ്പൊ ഇൻസുലിൻ ഒക്കെ നിങ്ങൾക്ക് ക്യാബിൻ ബാഗിൽ തന്നെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ക്യാബിൻ ബാഗിൽ തന്നെ എടുക്കാൻ വേണ്ടി പറ്റും, കുഴപ്പമൊന്നും. ആ ക്യാബിൻ ബാഗ് നമുക്ക് 7 കിലോ ആണ് അതിൽ പെർമിറ്റഡ് ആയിട്ടുണ്ടാവുക. ചെക്ക് ഇൻ ബാഗേജ് നമുക്ക് 25 കിലോ, 25 kg ആണ് ചെക്ക് ഇൻ ബാഗ് ഉണ്ടാവുക. അപ്പൊ അത് ഓക്കെ. ക്യാബിൻ ബാഗിൽ തന്നെ സാറിന് ഇത് എടുക്കാൻ വേണ്ടി പറ്റും. അവിടെ നമ്മൾ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാലും അത് സ്റ്റോർ ചെയ്യാൻ എവിടെയെങ്കിലും നമുക്ക് സ്ഥലം കിട്ടുമോ? ഹോട്ടലില് നമ്മൾക്ക് സ്റ്റോർ ചെയ്യുന്നത് ഇപ്പൊ ചില ഹോട്ടൽസിൽ ഈ റെഫ്രിജറേറ്റർ കാണും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിന്റെ റെസ്റ്റോറൻറ്റ്സിലോ അങ്ങനെ എന്തെങ്കിലും വെക്കുന്ന ഒരു സ്കീം എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതപ്പോ മിസ്റ്റർ ബിപിൻ അതിനുള്ള നോക്കത്തില്ലയോ? അതിനെന്താ ചെയ്യാൻ നമ്മളിപ്പോ പറ്റുന്നത്? ഇൻസുലിൻ സാർ എല്ലാവരും എടുക്കുന്നുണ്ട്. നമുക്ക് ഇതുവരെ അങ്ങനെ ആരുടെ ഒരു റിക്വയർമെന്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ. സാധാരണ എങ്ങനെയാണ് സാർ അത് ചെയ്യാറ് ട്രാവലിംഗ്? അച്ഛാ, ഈ ഹാൻഡ് ബാഗ് 7 kg ഹാൻഡ് ബാഗ് പറഞ്ഞതേ, ആ ഈ ലേഡീസിനൊക്കെ തോളയിലിടുന്ന വേറൊരു ബാഗ് ഉണ്ട്, ഹാൻഡ് ബാഗ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടളവ് വന്നു. അല്ല, എത്ര ബാഗ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ അത് 7 കിലോ, എല്ലാം കൂടെ 7 കിലോ. അത് അതിൽ നമുക്ക് കൂടാൻ പാടില്ല. പാടില്ല. അതാണ് 7 kg ആണ് അവർ പറയുന്നത്. ഓക്കെ. ഓക്കെ, അതായി. അച്ഛാ, 25 kg ലഗേജ് കൊണ്ടുപോകാം. നമുക്ക് പെട്ടി ലോക്ക് ചെയ്യാമോ? പിന്നെന്താ? അല്ല, ചില ഇന്റർനാഷണൽ അതും ഇല്ല, ലോക്ക് ചെയ്യരുതെന്ന്. ഇല്ല, ഇതില് യാതൊരു പ്രോബ്ലവും ഇല്ല. ഇത് നിങ്ങൾക്ക് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം. ഓക്കെ. യെസ്. ഒരു പെട്ടിയെന്നോ രണ്ട് പെട്ടിയെന്നോ ആകാം. ഒന്നിനകത്തുമുള്ള 25 kg ഒരു പെട്ടിയിലാണോ അതോ രണ്ട് പെട്ടി എടുക്കാം? അല്ല, ഇപ്പൊ സാറും വൈഫും പോവാണെങ്കിൽ 25 × 2 50 കിലോ ആയി. അപ്പൊ 25 കിലോ 2 പെട്ടി എടുക്കാം. അല്ല, രണ്ട് അങ്ങനല്ല. ഒരു പെട്ടിയിൽ ഇപ്പൊ 25 kg വന്നില്ല സപ്പോസ്. ആ അപ്പൊ നമുക്ക് അതിന് പകരം ഒരു പെട്ടിയുടെ ലഗേജിൽ വിടാൻ ഒക്കുമെന്ന് ചോദിച്ചു. അത് ചെയ്യുന്നതിന് എന്താ കുഴപ്പം? അത് ടോട്ടൽ ഇപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇപ്പം ഒരുമിച്ചായിരിക്കും ചെക്ക് ഇൻ ചെയ്യുന്നത്. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 50 kg രണ്ട് ഇതിലും കൂടെ ഉണ്ടാവും. അല്ല, നമ്പർ ഓഫ് സൂട്ട് കേസസ് മേ ബി 3. നമ്പർ ഓഫ് സൂട്ട് കേസസ് 2 or 3 ആണ് മാക്സിമം പറയുന്നത്. അത് Okay. നമ്മൾ എപ്പോഴും 2-ൽ ലിമിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. യൂറോപ്പ് യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് ഇത് കൊണ്ടുപോകാൻ നമ്മൾ തന്നെ ഇത് വലിച്ചുകൊണ്ട് പോകണം എല്ലാ സ്ഥലങ്ങളിലും.
അപ്പൊ ഉം, അതുകൊണ്ട് ഉം. തന്നെ നമ്മള് ഈ പെട്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് 2 പേരേ ഉള്ളെങ്കിൽ അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ബുദ്ധിമുട്ടായിരിക്കും. രണ്ട് കറക്റ്റ്. രണ്ട് ചെക്ക് ഇൻ ബാഗിൽ തന്നെ കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. ഓക്കെ. അത് നെക്സ്റ്റ്. പ്രത്യേകിച്ചും തണുപ്പുള്ള രാജ്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ജീൻസ് വല്ല യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 3-4 ജീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ്. അത് വെച്ച് നമുക്ക് ഓക്കെ. മാനേജ് ചെയ്യാൻ പറ്റും. സ്വെറ്റ് ഇല്ലല്ലോ. അച്ഛാ, പിന്നെ GTHന്റെ ക്യാപ്പ് ഒക്കെ നിങ്ങൾ തരുമോ? തരും. ക്യാപ്പ് ആൻഡ് ബാഗ്സ് ഉണ്ടാവും. ക്യാപ്പ് ആൻഡ് ബാഗ്. ഓക്കെ. ഉണ്ടാവും. ഓക്കെ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ദാറ്റ്സ് ഓൾ. ശരി സാർ. ഓക്കെ. ആയുർവേദ മെഡിസിൻ. ഹലോ. ആ ഒന്ന് ഞാൻ പേര് പറഞ്ഞു. ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് ഷീലയാണേ. മാഡം പറയൂ മാം. പിന്നെ നമുക്ക് 8:30 ആണ് പറഞ്ഞിരിക്കുന്നത്. 5:30ന് കയറണം, 5 o'clock കയറണം. പക്ഷെ ഞങ്ങള് ട്രിവാൻഡ്രത്തുനിന്നും പിന്നെ കുഞ്ഞുമോളെന്ന് പറയുന്ന ആള് ചങ്ങനാശ്ശേരിന്നാ. അങ്ങണ്ട അല്ല, പന്തളത്തുനിന്നാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേർക്ക് വരുമ്പം തങ്ങാൻ ഒരു സൗകര്യം വേണം. അല്ല അത് മാഡം, അത് ആരാ നിങ്ങളുടെ ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്ന വെച്ചാൽ അവരുടെ അടുത്ത് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നമ്മുടെ ഓഫീസിൽ നിന്ന് ആരാണ് മാഡത്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അപ്പൊ അവർക്ക് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് കൊടുത്താൽ എന്താണ് അതിനുള്ള എങ്ങനെയാണെന്നുള്ളത് അവരത് സംസാരിച്ചിട്ട് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് തലേ ദിവസമേ ലാൻഡ് ചെയ്താലല്ലേ പറ്റുള്ളൂ. തലേ അല്ലാതെ ദിവസം ലാൻഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എന്താന്ന് പറഞ്ഞാല് തലേ ദിവസം ലാൻഡ് ചെയ്ത് നിങ്ങളൊന്ന് അത്യാവശ്യം ഉറങ്ങി ഒന്ന് ഫ്രഷ് ആയി ഒരു 5 മണിക്ക് എയർപോർട്ടിൽ എത്തുമ്പോൾ നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ നൈറ്റിലെ യാത്ര മാക്സിമം ഒഴിവാക്കുക, അതായിരിക്കും നല്ലത്. അപ്പൊ ഞങ്ങൾക്ക് അതിനുള്ള അത് മാഡം അതാ മാഡം, മാമിന്റെ ആരാണോ നമ്മുടെ ഓഫീസിൽ നിന്ന് മാമിനെ കണക്ട് ചെയ്ത് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് ചെയ്തത്, അപ്പം അവർക്കൊരു മെസ്സേജ് മാം കൊടുത്താൽ മതി. ശരി. കാര്യങ്ങൾ ചെയ്യും. ശരി. ഓക്കെ. അത് എത്രേ സംശയമുള്ളൂ. ശരി. ശരി. അപ്പം മോർണിംഗിൽ ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ടാണോ കയറുന്നത്? അതാ മോർണിംഗ് ഫുഡ് മാം 8:30 ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ 10 മണിയാകുമ്പോഴാണ് അവർ ഫുഡ് സെർവ് ചെയ്യുക. അപ്പൊ നമ്മൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് കയറുന്നതായിരിക്കും നല്ലത്. ഓക്കെ. വേറെ ഡൗട്ട് ഇല്ല. ഓക്കെ മാം. ഓക്കെ. ഹലോ, പറയൂ. കേൾക്കാമോ? കേൾക്കാം. പിന്നെ നമ്മള് ഇൻട്രഡക്ഷനിൽ പറഞ്ഞതല്ലയോ സ്വപ്ന തുല്യമായ യാത്രയെന്ന്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര സ്വപ്നമായിട്ട് തന്നെ നിലനിൽക്കുക. കാരണം പാസ്പോർട്ട് കിട്ടിയില്ല. കഴിഞ്ഞ 14-ാം തീയതി സബ്മിറ്റ് ചെയ്തതാ. ഏതാണ് സാറേ, വിസയാണോ? അതെ. അല്ല, അബ്രാം സാറിന്റെ ജിനു, എത്ര പേരുടെ വിസ ഇനി ഇറങ്ങാനുള്ളത്? അത് നമുക്ക് വേറൊരു അബ്രഹാം സാർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ വിസയായിരുന്നു ഞാൻ എറണാകുളത്തുള്ള എബ്രഹാമാണ്. എനിക്ക് ഇന്ന് കിട്ടി. വന്നിട്ടുണ്ട്. സാർ, ഇത് എന്താണെന്നറിയോ, ഈ നമ്മുടെ പിന്നെ ഫ്രാൻസ് കൗൺസിലേറ്റിൽ ഒരു ഡിലേയുടെ സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് സബ്മിറ്റ് ചെയ്ത വിസകൾ, അതായത് ഒരു മാസം മുന്നേ ആയിട്ട് സബ്മിറ്റ് ചെയ്ത വിസകളാണ്. അതിപ്പോ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്നും കൂടെ നമ്മളെ VFSൽ മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് സാറിന്റെ ഭാഗത്തുനിന്ന് സാറും മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇറ്റ് വിൽ ബി ഗെറ്റ് വെരി വെരി സൂൺ. 1-2 ഫാമിലിൻ്റെതാണ് ഇപ്പൊ അങ്ങനെ നിൽക്കുന്നത്. വളരെ നേരത്തെ എനിക്ക് തോന്നുന്നു രമണൻ സാർ ഇതിലുണ്ടെങ്കിൽ സാറിന്റെയും വിസ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. രമണൻ സാറിന്റെ 1-2 ഫാമിലീസിൻ്റെതാണ് ഇനി കിട്ടാനുള്ളത്. നമ്മുടേതും കിട്ടിയിട്ടില്ല കേട്ടോ, ഷെഫി. ഷെഫി 3 ഫാമിലിയാണ്. അതെ. ഇന്നിപ്പോ ബിനോയ് സാറിന്റെ എത്തിയോ? ഇല്ല, എന്റെയും വൈഫിന്റെ എത്തിയിട്ടില്ല. അല്ല, സാർ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ ഡെസ്പാച്ച്ഡ് എന്ന് പറഞ്ഞിട്ട്. അല്ല, അത് അവിടുന്ന് കൊടുത്താണ്. ഞാൻ ഇന്നും ഒരു മെയിൽ അയച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അല്ല, സാറിന് ഡെസ്പാച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് സാറ് തന്നെ ഒരു മെസ്സേജ് വന്നത് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടല്ലോ സാറ്. അത് അവര് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ചെന്നൈക്ക് അയച്ചതിന്റെ ഞാൻ ഷോട്ട് എടുത്തിട്ടതാണ്. കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ ചെയ്തതിന്റെ അവര് ചെന്നൈക്ക് അയച്ചെന്ന് പറഞ്ഞതിന്റെ ഇവർക്ക് ഒരിക്കലും നമ്മുടെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഈ സാധനം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല.
നമുക്ക് എംബസിനെ ഡയറക്റ്റ് വിളിച്ചിട്ട് എന്തായെന്ന് ചോദിക്കാനുള്ള പ്രൊവിഷൻസ് ഇല്ല ഒരു വിസയിലും. നമ്മളത് മെയിൽ അയക്കുക എന്നുള്ളത് മാത്രമേ അതിനൊരു പ്രൊവിഷൻ ഉള്ളൂ. അപ്പം എബ്രഹാം മാത്യു സാർ, ഇത് എന്തായാലും ഒരു 1-2 ദിവസം കൊണ്ട് അതിനൊരു പിക്ചർ വരും തീർച്ചയായിട്ടും. ഉം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ആ നമ്മുടെ ഷൂസ് ഉപയോഗിക്കുന്നത് വിന്റർ ഷൂസ് കൊണ്ടുവരണോ? വിന്റർ ഷൂസിന്റെ ആവശ്യമില്ല സാർ. അതായത് ഞാൻ പറയുന്നത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഇപ്പൊ സ്കെച്ചേഴ്സ് ഒക്കെ നല്ല കംഫർട്ടബിൾ ഷൂ ആണ്. അപ്പൊ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. വിന്ററിന്റെ, അതായത് ഈ സ്വിറ്റ്സർലാൻഡില് മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ മാത്രമേ നമുക്ക് ഈ സ്നോ എന്ന് പറയുന്ന സംഗതി വരുന്നുള്ളൂ. അപ്പം അത് ഏകദേശം അത്യാവശ്യം ഗ്രിപ്പുള്ള ഒരു ഷൂ യൂസ് ചെയ്താൽ മതി. ഈവൻ വെറ്റ് ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് റെഡിയായി പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ബൂട്ട് ടൈപ്പ് ഒന്നും വേണ്ടല്ലോ. വേണ്ട 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 വേണ്ട, അതിന്റെ ആവശ്യം. പിന്നെ നമുക്ക് ട്രാവലിങ്ങിന് വീൽ ചെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഫ്ലൈറ്റിന്? വീൽ ചെയർ സാർ, വീൽ ചെയർ റിക്വസ്റ്റ് കൊടുക്കണം. പിന്നെ വീൽ ചെയർ നമുക്ക് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അത് എടുക്കുന്നതാണ് നല്ലത്. അത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പേര് വെച്ചിട്ട്. എന്താന്ന് വെച്ചാൽ ഇതൊന്നും മര്യാദക്ക് അവർ കോർഡിനേറ്റ് ചെയ്യില്ല എയർലൈൻസ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ അവർക്ക് റിക്വസ്റ്റ് കൊടുക്കുവാണ് എയർലൈൻ, അവർ ചിലപ്പോൾ ആ സമയത്ത് അത് കറക്റ്റ് കൊണ്ടുവരില്ല. അങ്ങനെയുള്ള കുറെ മെസ്സപ്സ് അതിലുണ്ടാവും. പ്രത്യേകിച്ച് ഇതൊരു ഗ്രൂപ്പായിട്ട് പോവാണ്. സാറിന് അത്രയും അർജന്റ് ഉണ്ട്, നമുക്ക് എന്തായാലും ഇതിനുള്ള റിക്വസ്റ്റ് കൊടുക്കാം. ഇത് 2 സെക്ടേഴ്സിലേക്ക് വേണമല്ലോ, ലൈക്ക് കൊച്ചിന്നും വേണം, അതുപോലെ തന്നെ മസ്കറ്റിന്നും വേണം. റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ല, അങ്ങനെ വീൽ ചെയർ പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനെ ഗ്രൂപ്പിന് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് വല്ലതും വരുമോ? ഡിലേ വന്ന് അല്ല അങ്ങനെ? സാർ, അല്ല അതാണ് ഈ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ പറഞ്ഞ സമയത്ത് ചിലപ്പോൾ ഈ സാധനം കൊണ്ടുവരില്ല. അതാണ് അതിന്റെ പ്രോബ്ലം. ഇത് ഇപ്പൊ അല്ല, എനിക്ക് അനുഭവം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെ, അത് ഉണ്ട്. അത് പല ഗ്രൂപ്പുകളിലും നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് അത് ചിലപ്പോൾ ഈ 2 പേര് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ബാക്കിയുള്ളവരെ കൂട്ടി ടൂർ മാനേജറിന് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതി വരും. പക്ഷെ നമുക്കത് കൂടിയേ തീരൂ എന്നുണ്ടെങ്കിൽ നമുക്കത് റിക്വസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്കത് ഇല്ലാതെ മൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. സോ നമ്മളത് റിക്വസ്റ്റ് ചെയ്യാം. ഹലോ, ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഹലോ, നമ്മളെ ഈ 50,000 യൂറോ എന്ന് പറയുന്നത് പെർ ഹെഡ് ആണോ അതോ ഫാമിലിക്ക് അത്രയും മതിയാവോ? അല്ല, 50,000 യൂറോ അല്ല ഞാൻ പറഞ്ഞത് സാറേ. ഇപ്പൊ എല്ലാവരും ചോദിക്കും ഒരു ആവറേജ് എത്ര എടുക്കണം എന്ന് പറയുമ്പോൾ ഒരു മിനിമം ഞാൻ പറയുന്നതാണ് 50,000 രൂപയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള യൂറോ മതി. ബിക്കോസ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനൊന്നുമില്ല. കുറച്ച് ചോക്ലേറ്റ്സ്, സ്വിസ് നൈഫ്, അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഓരോ രാജ്യത്തിന്റെയും ചെറിയ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് വാങ്ങിക്കുള്ളൂ. അപ്പം പിന്നെ ഇനി സ്പെസിഫിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ക്യാരി ചെയ്യാം. ഇവിടെ 1 ലക്ഷം എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും കുഴപ്പമില്ല. 1 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യൻ രൂപയ്ക്ക് ഈക്വൽ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അബ്ദുൽ കരീം. ഹലോ, പറയൂ കരീം സാർ. അതെ, നമ്മൾ ഇപ്പൊ ക്യാപ്പ് നിങ്ങൾ അവിടുന്ന് തരും പറഞ്ഞു. അപ്പൊ നമ്മൾ വേറെ ക്യാപ്പ് ആദ്യം കയ്യിൽ വെക്കണോ അതോ? അതെ സാറേ, വേറെ ക്യാപ്പ് കയ്യിൽ വെക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഈ ക്യാപ്പ് തരുന്നതിന്റെ ഉദ്ദേശം ഒന്ന് വെയിലാണ്. വെയിലിനെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് ചില സ്ഥലങ്ങളിൽ ക്രൗഡ് ഉണ്ടാവും. ആ ക്രൗഡിൽ നമ്മളുടെ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ക്യാപ്പിന്റെ പർപ്പസ്. അത് നമ്മൾ എവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സൈറ്റ് സീയിങ്ങിന് പോകുമ്പോഴും ഈ ക്യാപ്പ് മസ്റ്റ് ആയിട്ട് വെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നാൽ നമുക്ക് ഈസിലി തല നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് എല്ലാവരും ജാക്കറ്റും ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാവുക. സോ ഇറ്റ്സ് കുറച്ചുകൂടെ ടഫാണ് ഐഡന്റിഫിക്കേഷൻ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ക്യാപ്പ് ഈസ് ഇനഫ്. ദാറ്റ്സ് ഇനഫ്. കുഴപ്പമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്യാപ്പാണ്. പിന്നെ നമ്മള് എന്താണ് ആയുർവേദിക് മെഡിസിൻസ് എടുക്കാൻ പറ്റൂല എല്ലായിടത്തും? ആയുർവേദിക് മെഡിസിൻസ് മാഡം തീർച്ചയായും ചെക്ക് ഇൻ ബാഗേജിൽ വലിയ പെട്ടിയിൽ വെക്കണം. മറ്റേതിൽ വെച്ച് അവരെ കയറ്റി വിടത്തില്ല. അവരത് തുറന്നതിന്റെ സ്മെല്ല് നോക്കി അപ്പൊ തന്നെ അതെടുത്ത് ഡസ്റ്റ്ബിന്നിൽ ഇടും. അപ്പൊ അത് ശരിക്കും കവർ ചെയ്ത് പാക്ക് ചെയ്തിട്ട് ചെക്ക് ഇൻ ബാഗേജിൽ ഇടേണ്ടി വരും. അതെ 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 അതെ. മറ്റേ കയ്യിലുള്ള ബാഗിൽ വെക്കാൻ പറ്റില്ല. അതെ, ആയുർവേദിക് ലിക്വിഡ് മെഡിസിൻസ് ആണല്ലോ, കയ്യിലുള്ള ബാഗിൽ വെക്കണം. കയ്യിലുള്ള ബാഗിൽ ഇടാൻ പറ്റില്ലല്ലോ വാട്ടർ ബോട്ടിൽ. അതെ 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 അതെ, ലിക്വിഡ്സ് ഒന്നും അതിൽ പെർമിറ്റഡ് അല്ല. ഓക്കെ. പിന്നെ നമുക്ക് ബേക്കറി അങ്ങനത്തെ എന്തെങ്കിലും ആ ബാഗിൽ ഇടാൻ പറ്റുമോ? അല്ല, ബേക്കറി ഐറ്റംസ് എല്ലാം തന്നെ പിന്നെ നിങ്ങൾക്ക് ഈ ലഗേജിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. മറ്റേതിൽ ഇടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമല്ല, ലിക്വിഡ് അല്ലല്ലോ, പ്രോബ്ലം ഇല്ല. പക്ഷെ നമ്മളെ വെയിറ്റ് ഇപ്പൊ എല്ലാവരും എന്തെങ്കിലും ചിപ്സോ വല്ല അച്ചപ്പോ ഒക്കെ എല്ലാവരും എടുക്കും. യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവരും അവരവരുടേതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ തണുപ്പിനെ കഴിക്കാനൊക്കെ ഒരു സുഖമുള്ളതാണല്ലോ. അപ്പൊ എല്ലാവരും കുറച്ചൊക്കെ ക്യാരി ചെയ്യും.
അത് ലഗേജിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി കുറച്ച് സ്നാക്സ് വേണമെങ്കിൽ ഇതിൽ വെക്കുന്നതോട് കുഴപ്പമില്ല. ലിക്വിഡ് മാത്രമേ 100 ml മുകളിലുള്ള ലിക്വിഡ്സ് അവർ ഡിനൈ ചെയ്യും. മോസ്റ്റ് ഓഫ് ദ കേസസ് ഡിനൈ ചെയ്യും. പിന്നെ നമ്മൾ യൂസ് ചെയ്യണ എണ്ണ, തലയിൽ ഇടുന്ന എണ്ണ, അല്ല അതെല്ലാം മാമിന് എടുക്കാം. അതാ ഞാൻ പറഞ്ഞു, ചെക്ക് ഇൻ ബാഗേജ് വലിയ പെട്ടിയിൽ കംപ്ലീറ്റ് സാധനങ്ങൾ ഭദ്രമായി പാക്ക് ചെയ്ത് വെക്കണം. പെട്ടി റഫ് യൂസ് ആയിരിക്കും. നമ്മൾ 2 എയർപോർട്ടിൽ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പൊ അത് പൊട്ടിപ്പോകാത്ത രീതിയിൽ അതിനെ നല്ല പോലെ പാക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടിന്റെ പുറത്ത് നമ്മൾ കയറുകൊണ്ട് കെട്ടണം. ഇല്ല, അത് ആവശ്യമില്ല. ആവശ്യമില്ല. ഹലോ, ആ നമുക്ക് ക്യാഷ് ക്യാരി ചെയ്യാന്ന് പറഞ്ഞില്ലേ? ക്യാഷ് ആയിരിക്കും നല്ലത് കാർഡിനെ കാട്ടി എന്ന് പറഞ്ഞില്ലേ? ആ അപ്പൊ അത് വാളറ്റിൽ ക്യാരി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ലൈക്ക് 50,000 ഒക്കെ ആണെങ്കിൽ? ഇല്ല, നോ പ്രോബ്ലം. 50,000 ഈക്വലന്റ് ആയിട്ടുള്ള യൂറോ അല്ലേ മാം? അപ്പൊ അത് കുറച്ച് നോട്ട്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ ഫൈൻ. INR അല്ല, ഞാൻ INR ഈക്വലന്റ് ആയിട്ടാണ് പറഞ്ഞത്. ഓക്കെ ഫൈൻ. ഓക്കെ. Hello, Mr. Vipin. Can I speak? This is Valar. Actually, I Hi can speak in ma'am. English. Hi ma'am. How are you? வணக்கம் மேம். வணக்கம். நான் கோயம்புத்தூர்ல இருந்து. Okay, but I stay in Qatar. So I am taking my flight from Qatar. Okay, I'm taking Etihad. Yeah. So I'll be taking a transit in Abu Dhabi, and then I'll be joining the crew in Paris. Okay. Okay. So I already spoke to your customer support. Like I have a visa for a Swiss. Actually, I've taken the visa through Swiss embassy. Yeah. So that's no problem in No landing in problem, ma'am, Paris, right? because Vaishnav will take care of everything. Yeah. You He told don't me. worry. Yeah. He told me. Okay. He will Okay. take care of everything. Oh, I also communicated him, so he will take care of that. Don't worry. no problem. Thank you so much. Okay. Okay, ma'am. So this about the transferring the money here means like I think it may be information for other people also. So he has shared me the bank address. So it has to be transferred in the euros or it has to be transferred in the Indian account because we need to have NRI account, no, to transfer money to the other bank. Ma'am, regarding that, ma'am, we will have a call to you. That's because the account team is not in this briefing. No problem. now. I think we will get back to you over this session. Yeah. No problem. Thank you so much. Okay. Thank you. ഹലോ, Yeah. അബ്ദുൽ കരീം. കരീം sir പറയൂ. അത് നമ്മള് ബാത്റൂമില് വെള്ളം ഉണ്ടാവും അവിടെ? ബാത്റൂമില് സാറേ വെള്ളം നമ്മള് ടാപ്പ്, അതായത് നമ്മുടെ ടാപ്പ് ഉണ്ടല്ലോ, വാഷ് ബേസിൻ, അതിൽ നിന്നും നമ്മൾ വെള്ളം കളക്ട് ചെയ്യണം. പിന്നെ ബാത്റൂമിൽ കുളിക്കാനുള്ള വെള്ളം, പിന്നെ ഷവറും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ ടോയ്ലറ്റ്സിൽ ദർ ഈസ് നോ സച്ച് വാട്ടർ, ഒന്നും തന്നെ ഉണ്ടാവില്ല. അതായത് മഗ്ഗില് നമ്മൾ ഇപ്പുറത്തുനിന്ന് കളക്ട് ചെയ്തിട്ട് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോ ഈ ഷവർ കയ്യിലെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അത് നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ കറക്റ്റായിട്ട് അതിന്റെ ഒരു പിക്ചർ കിട്ടും. ശരി. ഹലോ. ആ ഇന്നിപ്പോ നിങ്ങളുടെ മീറ്റിംഗ് നടന്ന കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് വാട്സപ്പ് ചെയ്തായിരുന്നു നന്നായിരുന്നു. എല്ലാം കൂടെ ഇപ്പം മനസ്സിലെല്ലാരും നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ബിനോയ് സാറേ, ഈ സെഷൻ റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട്, ജേർണി വിത്ത് GTH, അതിലിടും. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങൾക്ക് നൈറ്റിൽ എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആയി ഇരിക്കുന്നത് ആ സമയത്ത് കേൾക്കാം. ആയിക്കോട്ടെ, അത് നന്നാവും. കാരണം വെച്ചാൽ ഇപ്പൊ ഞാനിപ്പോ ഇതിന്റെ ഇടയ്ക്കാണ് കയറി, ഇടയ്ക്ക് അല്ല അത് കിട്ടി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇതിൽ കയറാത്ത ഫാമിലീസും ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് കമ്പനിയുടെ, അതിൽ ഇതിടും. അതിന്റെ ലിങ്ക് എല്ലാവർക്കും അയച്ചു തരും. ഓക്കെ. ഇപ്പൊ ടൈമിൽ മാറ്റം വന്ന കാര്യം ഞാൻ ഇപ്പോൾ അറിയുന്നത്. എത്ര മണിക്കാണെന്ന്? 8:30 ആണോ രാവിലെ? 8:30 ഒമാൻ തന്നെയല്ലേ? അതെ. നമ്മൾ 5 മണി റിപ്പോർട്ടിംഗ്, നിങ്ങൾ അതിന്റെ ടൈം നോക്കരുത്. 5 മണി ഷാർപ്പ്, അതായത് എല്ലാവരും ഒരുമിച്ചായിരിക്കും. അവിടുന്ന് ടൂർ മാനേജർ ഒരു ഇന്ററാക്ട് ചെയ്ത് എല്ലാവർക്കും നമ്മുടെ ബാഗും ഇതൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഒരുമിച്ചായിരിക്കും നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക്, എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ആരെങ്കിലും ഒക്കെ ലേറ്റ് ആവുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് മാത്രമേ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുള്ളൂ. അപ്പൊ അതിനുശേഷം പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഉള്ളിലേക്ക് കയറി ചെക്ക് ഇൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ചും വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, യൂറോപ്പിലെ ഡ്രൈവിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഡ്രൈവറിന്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു ദിവസം 10 hours അവിടെ ഡ്രൈവിംഗ് പെർമിറ്റ് ആയിട്ടുള്ളൂ, ടോട്ടൽ 12 മണിക്കൂർ. അതുകൊണ്ട് യൂറോപ്പിലെ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൈമിംഗ് ആണ്. ഓൺ ടൈമിൽ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പരിപാടി കംപ്ലീറ്റ് ഫ്ലോപ്പ് ആവും.
കറക്റ്റ് സമയം, ആ സമയത്തിന് സായിപ്പന്മാരുടെ ഇത് നമുക്ക് അറിയാവുന്നതാണല്ലോ, എത്രത്തോളം അവർ പങ്ക്ച്വലാണ് ഓരോ കാര്യങ്ങൾക്ക് എന്നുള്ളത്. ആ ടൈം ടു ടൈം ആയിരിക്കും പ്രോഗ്രാം. അതുകൊണ്ട് ടൈം കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം ട്രിപ്പിലുടനീളം തന്നെ. ടൂർ മാനേജർ ഡ്യൂറിങ് ദ ടൂർ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻസ്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഓരോ ഡേയിലും അത് പറഞ്ഞു തരും. അപ്പം ഇത് 5 മണി എന്ന് പറഞ്ഞാൽ ഷാർപ്പ് 5 o'clock നിങ്ങൾ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. ഹലോ. ഹലോ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണേ. പക്ഷെ നമ്മുടെ ഈ ക്യാഷ് ചേഞ്ച് ചെയ്യണില്ലേ, അത് നമുക്ക് എങ്ങനെ ചെയ്ത് തരുമോ അതോ നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യണം? അത് നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യണം മാഡം. എന്താന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് കമ്പനികളാണല്ലോ ഇത് ചെയ്തു കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ആരെങ്കിലും ഒക്കെ കണക്ട് ചെയ്ത് തരാൻ പറ്റും മാമിനെ. മാം എന്നിട്ട് അവിടെ തന്നെ അവരെ കണക്ട് ചെയ്ത് തന്നാൽ അവരുമായിട്ട് സംസാരിച്ചിട്ട് അതിന്റെ റേറ്റും ഒക്കെ നോക്കിയിട്ട് പിന്നെ എടുക്കാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ റേറ്റ് കുറവായിരിക്കും, ചിലയിടത്ത് കൂടാ. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാളെ നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ബെറ്റർ ഡീല് നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. അപ്പൊ വി ക്യാൻ റെക്കമെൻഡ് സംബഡി, ബട്ട് നിങ്ങൾ തന്നെ ഫോറക്സ് കമ്പനികൾ ഉണ്ടാവും, ട്രാൻസാക്ഷൻ ഇപ്പം തോമസ് കുക്ക് അതെല്ലാം പോലെയുള്ള ബാങ്കുകൾ അതൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അത് നമ്മളെ ബാഗിൽ കരുതാല്ലോ, കുഴപ്പമില്ലല്ലോ? ഇല്ല, എടുക്കാം. ഓക്കെ. ഹലോ. ആ ഞാൻ സംസാരിക്കുന്ന രമണന് വേണ്ടിയിട്ടാണ്, എൻ്റെ അച്ഛനാണ്. പറയും. അവര് പിന്നെ പ്രീവിയസ് ഡേ തന്നെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യും, പുറപ്പെടുന്നതിന് മുന്നേ. ലൈക്ക് 17th പോണത്. അതെ. എവിടെ ചെക്ക് ഇൻ ചെയ്യും? കൊച്ചിയിലാ? കൊച്ചിയിൽ. കാരണം നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നാണല്ലോ. അതെ. ഓക്കെ. അവര് പ്രീവിയസ് ഡേ വന്നിട്ട് ഹോട്ടലിൽ ചെക്ക് ചെയ്യും. അപ്പൊ ഈ ഹോട്ടലിൽ നിന്ന് പിന്നെ എയർപോർട്ട് എങ്ങനെയാണ്? അവര് തനിയെ വരണോ അതോ നിങ്ങൾ ആരെങ്കിലും വണ്ടി അല്ല വിടണോ? മാഡം, നമുക്ക് ഹോട്ടലാണെങ്കിലും നമുക്ക് അവിടെ അത് നിങ്ങൾ ചാർജബിൾ ആണ്. നമുക്ക് തലേ ദിവസം ബുക്കിങ്ങിനുള്ളത്. പിന്നെ അവിടെ നിന്നുള്ളത് അത് എങ്ങനെയാണ് മാമിന്റെ അടുത്ത് സംസാരിച്ചത്. അപ്പൊ അവിടെ നിന്നുള്ളത് നമുക്ക് ചില ഹോട്ടൽസ് ഫ്രീ ട്രാൻസ്ഫർ അറേഞ്ച് ചെയ്ത് തരും കൊച്ചിയിൽ നിന്ന്. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് എന്താ വെച്ചാൽ 5 മണി നിങ്ങൾ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് 5 o'clock. അപ്പൊ അത് നമ്മൾ അവിടെ കൊച്ചിയിൽ ബുക്ക് ചെയ്യുന്ന ഹോട്ടലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലതിന് ഫ്രീ ട്രാൻസ്ഫർ ഉണ്ടാവും എയർപോർട്ടിലേക്ക്, അത് കുറച്ച് പ്രീമിയം ഒക്കെ ആണെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് വേണം, ക്യാബ് എടുത്ത് ഒരു 500 രൂപ കൊടുത്ത് ക്യാബ് എടുത്തിട്ട് അവിടെ എത്തുന്ന പോലെ പ്ലാൻ ചെയ്യണം. എന്തായാലും തലേ ദിവസം വന്ന് നിൽക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് നേരത്തെയൊക്കെ ഉറങ്ങി കംഫർട്ടബിൾ ആയിട്ട് രാവിലെ എഴുന്നേറ്റ് എയർപോർട്ടിലേക്ക്. ഓൾറെഡി ഒരു പ്രീവിയസ് ഡേ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചത്. വെരി ഗുഡ് മാം. പക്ഷെ പാസ്പോർട്ടിന്റെ ഒരു ഡൗട്ടിൽ ഇരിക്കുകയാണ്. പാസ്പോർട്ടിൻ്റെത് എന്തെങ്കിലും മെസ്സേജസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും വന്നിട്ടില്ല. ശരി. ജിനു, അത് ഒന്നുകൂടെ ഇന്ന് കൊടുക്കണം മെയില്. ഓക്കെ, താങ്ക് യു. ഞാൻ എബ്രഹാമേ, ഈ ഒരു ടൂർ മാനേജർ ഉണ്ടായിരുന്നു, അത് നമ്മുടെ കൊച്ചിയിൽ തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് എൻഡ് വരേക്കും പിന്നെ അത് കൊച്ചിൻ ബാക്ക് ടു കൊച്ചിൻ ഉണ്ടാവും. കൊച്ചിയിൽ നിന്ന് തന്നെ നിങ്ങളുടെ തിരിച്ച് കൊച്ചിയിൽ എത്തുന്നവരെ ഉണ്ടാവും. അവിടെ വേറെ ഉണ്ടാവും. ഏതാണ് ടൂർ മാനേജറിന്റെ പേര്? ടൂർ മാനേജറിൻ്റെത് സാറേ 3 പേരുണ്ട് വിസ ഹോൾഡ് ചെയ്യുന്നത്. അത് 5 days ബിഫോർ ദ ഡിപ്പാർച്ചറിനാണ് അതിന്റെ കറക്റ്റ് ഡേറ്റ് വരുള്ളൂ. 12-ാം തീയതി ആയിരിക്കും നമ്മളത് ഇൻഫോം ചെയ്യുന്നത്. ഗ്യാദർ ചെയ്യുന്ന സ്ഥലത്തിന്റെ കൺഫർമേഷനും കൺഫർമേഷൻ സാറേ അതെ, അത് ഓരോ പില്ലർ നമ്പറാണ്. D5 D6 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പില്ലർ നമ്പറാണ് നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഡിപ്പാർച്ചറിലുള്ളത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ആ തലേ ദിവസം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് വരും, ഇന്ന പില്ലർ നമ്പറിന്റെ അടുത്താണ് നിൽക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ. ഒരു ഡൗട്ടും കൂടെ. ഇപ്പം ഈ ഇന്റർനാഷണൽ റോമിംഗ്, ഈ ഇന്റർനാഷണൽ റോമിംഗ് നമ്മൾ എടുത്തില്ലെങ്കിൽ എന്താവും? അല്ല, എടുത്തില്ലെങ്കിൽ സാറിന് ഇപ്പൊ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, സാറിനെ ആർക്കും വിളിക്കാൻ പറ്റില്ല. സാർ ഇപ്പൊ ഒന്ന് കൂട്ടം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ല, ഇതിന്റെ വാട്സാപ്പ് നടക്കത്തില്ല എല്ലായിടത്തും? ഇല്ല, വാട്സപ്പ് ഇല്ലല്ലോ. വൈഫൈ എന്ന് പറയുന്നത് ഹോട്ടലിൽ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ സാറ് സൈറ്റ് സീയിങ് പ്ലേസിലാണെന്ന് വിചാരിക്കും, വളരെ ക്രൗഡഡ് ഉള്ള ഒരു സ്ഥലം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ നമ്മൾക്ക് അവിടെ എയർപോർട്ടിൽ നമ്മൾക്ക് അതിന് സൗകര്യം കിട്ടുമോ? എങ്ങനെ റോമിംഗ് ആക്കാൻ വേണ്ടി?
ക്ലിയർ ആയിട്ടില്ല. എയർപോർട്ടിൽ റോമിംഗ് ചെയ്യാൻ വേണ്ടി അല്ല, എയർപോർട്ടിലല്ല സാർ ഇപ്പൊ യൂസ് ചെയ്യുന്ന സിം. സാറിന്റെ ഏതാണ് ഇപ്പോഴത്തെ സിം? ഏതാണ്? ഏത് കമ്പനിയുടെയാ? എയർടെൽ. എയർടെൽ. അത് എയർടെലിന്റെ പാക്ക് എടുത്താൽ മതിയല്ലോ. എയർടെലിന്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് 2 ആഴ്ചത്തെ ഇന്റർനാഷണൽ റോമിംഗ് പാക്കേജ് രാജ്യങ്ങളുടെ പേര് പറഞ്ഞു കൊടുത്താൽ അവർക്കൊരു പാക്കേജ് ഉണ്ടാവും. 3999 എയർടെലിന്റെ പാക്കേജ്. അതിൽ സാറിന് ഒരു 15 GB ആയിട്ട് ഡാറ്റയും ബാക്കി എത്രയോ ഫ്രീ കോളിങ്ങും അതും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജിയോന്റെ പാക്കിംഗ് പറ്റില്ലല്ലോ. ജിയോ പറ്റൂല എന്നല്ല സാർ, ഇതെന്താ വെച്ചാൽ ഇതൊന്നും നമുക്ക് ഒരു 100% കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ചിലത് ചില സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യും. ഇപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് വോഡാഫോൺ ഇറ്റ്സ് വർക്കിംഗ് വെൽ, ബിക്കോസ് അതൊരു ഡച്ച് കമ്പനിയാണ്, നെതർലാൻഡ് ബേസ്ഡ് ആണ്. അത് നന്നായിട്ട് യൂറോപ്പിൽ പെർഫോം ചെയ്യുന്നത്. എയർടെൽ ഈസ് ഓൾസോ ഓക്കെ. ജിയോക്ക് പൈസ കുറവാണ്, പക്ഷെ അത് ഈ ചില രാജ്യങ്ങളിലെ സിറ്റികളിൽ അതിന് സിഗ്നൽസ് വളരെ പുവറാണ്. ഹലോ. ആ നമ്മൾ പോകുന്ന ഹോട്ടലുകളുടെയും അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് വേണമെന്ന് മോൻ പറഞ്ഞായിരുന്നേ. അയച്ചു. ഇതൊന്ന് നമുക്ക് അയച്ചു തരണം. അതിന്റെ കോപ്പി എടുത്ത് ഞാൻ മോന് കൊടുത്തോളാം. ഓ ഷുവർ ഷുവർ. ഓക്കെ ഓക്കെ. നമുക്കും ആവശ്യമുണ്ട്. നമ്മൾ അന്ന് ആവശ്യപ്പെട്ടിരുന്നു അവിടുന്ന്. ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇപ്പം നമുക്ക് ഏതെല്ലാം ഹോട്ടൽസിൽ പോകുന്നെന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് വേണ്ടിയല്ല, നമുക്ക് അത് തരും. പക്ഷെ ഫാമിലിക്ക് ഒരു വേണമല്ലോ, ഫാമിലിക്ക് ഒന്ന് ഇന്ന് തന്നെ അയക്കാം. അത് നോ പ്രോബ്ലം. അപ്പോഴേ ഈ നമ്മൾ ഈ വോഡഫോൺ, എന്റേത് എയർടെല്ലാണേ. അപ്പൊ നമുക്ക് അത് ഉപയോഗിക്കാനുള്ളത് ആ കമ്പനി ചെന്ന് നമുക്ക് വാങ്ങാം. എയർടെല്ലിന്റെ പ്രീപെയ്ഡ് ആണോ പോസ്റ്റ് പെയ്ഡ് ആണോ? നെറ്റ് പ്രീപെയ്ഡാ. പ്രീപെയ്ഡ് ആണെങ്കിൽ മാം എയർടെല്ലിന്റെ സ്റ്റോറിൽ പോയിട്ടോ അല്ലെങ്കിൽ മക്കളോട് പറഞ്ഞ് എയർടെല്ലിന്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ അവർക്ക് റോമിംഗ് പാക്ക് ഉണ്ടാവും, ഇന്റർനാഷണൽ റോമിംഗ് പാക്ക് ഉണ്ടാവും. അപ്പൊ മാം ആ പാക്ക് ചോദിക്കുക. ഇന്ന രാജ്യങ്ങൾ ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഞാൻ ട്രിപ്പ് പോകുന്നത്. അപ്പൊ എനിക്ക് ഒരു 13 ദിവസം ട്രിപ്പാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ 15 ദിവസത്തെ പാക്കോ എന്തെങ്കിലുമൊക്കെ അവരുടെ റോമിംഗ് പാക്ക് ഉണ്ടാവും. അപ്പൊ അതങ്ങോട്ട് ചെയ്യിച്ചാൽ മതി. ഹലോ. യെസ് മാം. ഈ ഓരോ സ്ഥലത്തെയും ഹോട്ടൽ റൂമിൽ അവര് ഇപ്പൊ എന്റെ പാരന്റ്സ് ആണല്ലോ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ അവര് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് അവര് സ്റ്റേ ചെയ്യുമ്പോഴത്തേക്ക് ലൈക്ക് ഇംഗ്ലീഷ് അല്ലാണ്ട് വേറെ ലാംഗ്വേജ് ആയിരിക്കുമല്ലോ അവിടെയൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ അതില് അസിസ്റ്റ് ചെയ്യാൻ അവരെ ആരെങ്കിലും കാണുമോ? അസിസ്റ്റ് ചെയ്യാൻ ടൂർ മാനേജർ ഉണ്ടാവും. ഓക്കെ. അത് ടൂർ മാനേജർ ഉണ്ടാവും. ടൂർ മാനേജറിന്റെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൺസോൾട്ടേറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ശരി. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? നമ്മളിവിടുന്ന് ഇന്റർനാഷണൽ റോമിംഗ് ഫോൺ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വിളിക്കാൻ പറ്റുമോ അങ്ങോട്ട്? പിന്നെന്താ, ഇൻകമിംഗ് കിട്ടുമോ? പിന്നെ എല്ലാം ഉണ്ടാവും. ഏത് രാജ്യത്തു നിന്നും ഇൻകമിംഗ് കോൾ കിട്ടുമോ? കിട്ടും. ഓക്കെ. ജിനു, നമ്മൾ എന്തെങ്കിലും ഒരു സീരിയസ് പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടോ ജിനു? ഈ എയർപോർട്ടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ നല്ലത് ഏതെങ്കിലും? കൊച്ചിയിലാണ്. കൊച്ചിയല്ല, ഇവിടെ നെടുമ്പാശ്ശേരിക്ക് തിരിയുന്ന അടുത്ത്. അത് ഒന്ന് മാം ആരാണോ നിങ്ങളുടെ ഇത് കോർഡിനേറ്റ് ചെയ്തത് എന്ന് ഞാൻ അവരുടെ അടുത്ത് അവർ ലൈനിൽ ഉണ്ടാവും. ഒന്ന് നോട്ട് ചെയ്യണേ. കരീം സാറിന് ഒരു റിക്വയർമെന്റ് ഉള്ളത് നിയറസ്റ്റ് ഹോട്ടൽ എന്നുള്ളതാണ്. ഒന്ന് നോട്ട് ചെയ്ത് നീതു ആരലക്ഷ്മി. ഞങ്ങൾക്ക് നിയറസ്റ്റ് വേണേ. ഞങ്ങള് 2 ലേഡി. അതാ പറഞ്ഞ നിങ്ങളുടെ ആരാണോ സെയിൽസ് ചെയ്തിരിക്കുന്നത് അവർക്ക് ഒരു മെസ്സേജ് കൊടുത്താൽ മതി. അവരതിന് വേണ്ട ഹെൽപ്പ് ചെയ്തു തരും. ഗ്ലൗസ് വേണം, അംബ്രല്ല വേണം, ക്യാപ്പ് അവർ തരും, ഷൂ നമ്മളെടുത്തുണ്ട്, പാസ്പോർട്ട് ക്യാറ്റ് യൂറോ വാട്ടർ
മഗ്ഗും വേണം വാട്ടർ ബോട്ടിൽ പറയുന്നത് അത് നമ്മൾക്ക് വെള്ളം പുറത്ത് പോകാൻ വേണ്ടി ബോട്ടിൽ വേണം. വെള്ളം കിട്ടാൻ പടിയടിച്ചായിരുന്ന പടിയൊന്നും ചെയ്തില്ലേ? അതെ, എൻ്റെ പേര് കൃഷ്ണകുമാറാണ്. ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരാൾക്ക് എത്ര ഡ്രസ്സ് കൊണ്ടുപോകണം? അതായത് പിന്നെ അവിടുന്ന് വാഷ് ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ ലോണ്ടറി എന്തെങ്കിലും ഫെസിലിറ്റി വേണോ? അതോ നമ്മൾ വാഷ് ചെയ്ത് 25 കിലോയ്ക്കകത്തെല്ലാം നിർത്തണ്ടേ? ഒരു ഐഡിയ ഏകദേശം ഒന്ന് പറയാം. രണ്ടുപേരാ? ശരി. കേട്ടിട്ടില്ല. അപ്പം ഇനി എന്തെങ്കിലും കൂടുതൽ എ- ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്മൾ പേര് കൃഷ്ണകുമാറാണ്. ഒരു 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 ചെറിയ ക്ലാരിഫിക്കേഷൻ. നമ്മൾ ഡ്രസ്സ് കൊണ്ടുപോകുമ്പോഴേ അപ്രോക്സിമേറ്റ്ലി എത്ര ഡ്രസ്സ് കൊണ്ടുപോകണം? പിന്നെ നമുക്ക് അവിടെ ലോണ്ടറി അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് വാഷ് ചെയ്തിടാനുള്ള എന്തെങ്കിലും ഉണ്ടാവും? അതോ നമ്മളെല്ലാം ഇങ്ങനെ മാറി മാറി ഇടണം? എത്ര ഏകദേശം ഒരു ഐഡിയ ഒന്ന് പറയണേ. അതെ, അപ്പൊ എന്താണ് അതിൽ സാറ് നമ്പർ ഓഫ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ 11, 13, 12 ദിവസമല്ല, 13ാമത്തെ ദിവസം നമ്മളിവിടെ എത്തുവാണ്. ഐഡിയലി പറയുകയാണെങ്കിൽ 12 ഡ്രസ്സ് അതായത് എടുക്കുന്നതായിരിക്കും ഐഡിയലി നല്ലത്. ഇപ്പൊ ജീനൊക്കെ ആണെങ്കിൽ 3 ദിവസമൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ലോണ്ടറി ഈസ് സോ എക്സ്പെൻസീവ്. ഇൻ യൂറോപ്പാണ് വാഷിങ്ങിനൊക്കെ ഏകദേശം 20 യൂറോ ഒക്കെ വരും. മീൻസ് 1500 രൂപ, അതായത് ഒരു ടീഷർട്ടിന്റെ പൈസ വരും അത് വാഷ് ചെയ്യാൻ. അപ്പോൾ അത്രയും എക്സ്പെൻസീവ് ആണ്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 നൈറ്റൊക്കെ താമസിക്കുന്ന ഹോട്ടലിൽ നമ്മൾ തന്നെ അത് സോപ്പൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് ചെയ്യണം. പക്ഷെ ഐഡിയലി നമ്മൾ ഈ പാൻസിന്റെ നമ്പേഴ്സ് കുറക്കുക, ജീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. പക്ഷെ മറ്റുള്ള ഡ്രസ്സ് കറക്റ്റായിട്ട് എടുക്കുക. പിന്നെ എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ ഒരു പെയർ ഡ്രസ്സ് എടുത്തിട്ട് ചെക്ക് ഇൻ ബാഗിൽ അല്ലെങ്കിൽ ക്യാബിൻ ബാഗിൽ വെക്കണം. ഒരു പെയർ ഡ്രസ്സ് ക്യാബിൻ ബാഗിൽ വെക്കുക. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും നമ്മുടെ പെട്ടി അവിടെ എത്താൻ ഡിലേ ആവുകയാണെങ്കിൽ, ഇൻ കേസ് അങ്ങനെ സംഭവിക്കുവാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് ഇട്ട് പോകാനുള്ള ഡ്രസ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരു പെയർ ഡ്രസ്സ് ക്യാബിൻ ബാഗിൽ കരുതുക. അതുപോലെ തന്നെ കെറ്റിലിനെ സംബന്ധിച്ചിടത്തോളം കെറ്റിൽ മോസ്റ്റ് ഓഫ് ദ ഹോട്ടൽസിലും കെറ്റിൽസ് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും മോർണിംഗ് ടീ കുടിക്കുന്ന ശീലം ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ദ ഹോട്ടൽസിലും കെറ്റിൽസ് ഉണ്ടാവും. ഇനി കെറ്റിൽ 1, 2 സ്ഥലങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ കോഫി കിട്ടും. ഇനി ഒരു കെറ്റിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു കെറ്റിൽ വേണമെങ്കിൽ അത് ക്യാരി ചെയ്യാം. അത് മിക്കവാറും ഹോട്ടലിൽ ഉണ്ടാവും. ചിലപ്പോൾ 1, 2 സ്ഥലങ്ങളിൽ നമുക്ക് ഇറ്റലിയിലെ ചില ഹോട്ടലുകളിൽ കെറ്റിൽസ് അവർ വെക്കാറില്ല. ഓൺ റിക്വസ്റ്റ് ചിലപ്പോൾ റിസപ്ഷനിൽ കൊടുത്തേക്കാം. പക്ഷെ അത്രയും നിർബന്ധമുള്ളവർ ഒരു കെറ്റിൽ നിങ്ങൾക്ക് ലഗേജിൽ ക്യാരി ചെയ്യാവുന്നതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ ചൂടുവെള്ളം കുടിക്കുന്ന അങ്ങനെയുള്ള ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ, അതുപോലെ ഒരു തെർമൽ ഫ്ലാസ്ക്, മിൽട്ടൺ അതുപോലെ ഏത് ബ്രാൻഡിന്റെ ഒരു തെർമൽ ഫ്ലാസ്ക് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അത് ചൂടുവെള്ളം കുറച്ച് സമയത്തേക്ക് നിൽക്കും. ഏപ്രിൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. അപ്പം ഒരു തെർമൽ ഫ്ലാസ്കും കൂടെ ക്യാരി ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് ഏകദേശം ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ലിങ്ക് അയച്ചു തരും. അതൊന്നും കൂടെ കേൾക്കുക. എന്നിട്ടും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഡൗട്ട്സ് വേണമെങ്കിൽ പ്ലീസ് കണക്ട് us. നമ്മൾ ഏത് സമയം നിങ്ങൾക്ക് അതിന്റെ നിങ്ങളുടെ സംശയ നിവാരണം ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെഷൻ ഒരു മീറ്റിംഗ് കൂടെ നമ്മുടെ ടൂർ മാനേജർ കൺഫേം ആയിട്ട് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. എല്ലാവരും തമ്മിൽ പരിചയപ്പെടാനും ടൂർ മാനേജർ ഫൈനലൈസ് ആയിട്ട് വേണം. മീറ്റിംഗ് ഇനി ഈ ഒരു മീറ്റിംഗേ ഉള്ളൂ സാറേ. ഇനി പിന്നെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മളെ എയർപോർട്ടിൽ നിന്നായിരിക്കും. നമുക്ക് ഇതില് ഈ സൂമിൽ നമ്മൾ പരിചയപ്പെടുന്നതിനൊക്കെ ഒരു പരിമിതി ഉണ്ട്. ഇതിൽ തന്നെ ഇപ്പൊ എല്ലാവരും വീഡിയോയിൽ വന്നിട്ടില്ല. എനിക്ക് 4, 5 പേരുടെ ഫേസേ ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ ഈ മീറ്റിംഗ് ഒന്നേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അതിനാണ് ഇന്ററാക്ട് ചെയ്യാനാണ് നമ്മൾ ഷാർപ്പ് 5 o'clock നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടിട്ടായിരിക്കും എയർപോർട്ടിനകത്തേക്ക് കയറുന്നത്. കൺഫേംഡ് എത്ര പേരായി നമ്മുടെ പാക്കിൽ കാണും? കൺഫേംഡ് ആയിട്ട് നമ്മുടെ 38 പേരുടെ ഗ്രൂപ്പാണ്, 38 പാക്സ്. അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ എല്ലായിടത്തും കിട്ടുമോ? ഡ്രിങ്കിങ് വാട്ടർ ടാപ്പ് വാട്ടർ ആണ്. ടാപ്പ് വാട്ടർ നമ്മൾ എടുത്തിട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 1 യൂറോ 2 യൂറോ കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ വാങ്ങിക്കേണ്ടവർക്ക് അങ്ങനെ വെച്ചിട്ട് വാങ്ങിക്കണം. എല്ലാ സ്ഥലത്തും കിട്ടും, പക്ഷെ അത് എക്സ്പെൻസീവ് ആണ് യൂറോപ്പിലെ വാട്ടർ. ടാപ്പ് വാട്ടർ പ്യൂർ ആണല്ലോ അല്ലേ? പിന്നെ ഞാൻ ഏകദേശം ഒരു 10 വർഷമായിട്ട് കുടിക്കുന്നുണ്ട് സാർ. ധൈര്യമായിട്ട് കുടിക്കാൻ കുഴപ്പമില്ല. ഇല്ല പ്യൂർ ആണ്.
മതി നോക്കി മതി. ഓൾ റൈറ്റ്. അപ്പൊ നമ്മൾ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ഇത് വീഡിയോ ലിങ്ക് അയച്ചു തന്നതിന് ശേഷം ഒന്നും കൂടെ കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ടീമുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ വിസ വരാത്ത 3-4 ഫാമിലി ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾക്ക് ഇവിടുന്ന് മെയിൽ അയക്കാനും കസ്റ്റമർ കെയറിൽ വിളിക്കാൻ പറ്റുന്നതും ചെയ്യുന്നുണ്ട്. നമുക്ക് എംബസിയുടെ അകത്ത് കയറിയിട്ട് ഒന്നും ചെയ്യാനുള്ള ഇതില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്കൊരു വിത്തിൻ 2-3 ഡേയ്സിനുള്ളിൽ അത് റിലീസ് ആവുന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. നമുക്കും കസ്റ്റമേഴ്സിനെ പോലെ തന്നെ നമുക്കും ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്തു തീർക്കാനുള്ളതുണ്ട്. ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ ഗെറ്റ് സൂൺ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭസായാഹ്നം നേരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടതിന് ശേഷം കോൾ ബാക്ക് അസ്. താങ്ക് യു. Okay, thank you very much.